നീറ്റ് പരീക്ഷാ ക്രമക്കേട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ ചിറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആർ ബാബു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്നും ആർ ബാബു പറഞ്ഞു. ഭരണത്തിന്റെ വൈകല്യങ്ങളും നിരുത്തരവാദപരമായിട്ടുള്ള ഭരണാധികാരികളുടെ പിടിപ്പുകേടും കൊണ്ടാണ് ഇങ്ങനെയൊരു ഇതുണ്ടായത്. അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥി ജനങ്ങളും ഒരു രാഷ്ട്രീയമില്ലാതെ ഈ സമരത്തിനെ നയിച്ചപ്പോൾ ആ സമരത്തിനെ പോലീസിനെ കൊണ്ട് അടിച്ചൊതുക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പോലീസും തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഈ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഈ സമരത്തിനെ പോലീസിനെ കൊണ്ട് തല്ലിയൊതുക്കാൻ ശ്രമിച്ചപ്പോൾ നാടിൻ്റെ പ്രതിപക്ഷ നേതാവായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്തപ്പോൾ നാട് മുഴുവൻ ഡൽഹി പട്ടണം മുഴുവൻ സ്തംഭിച്ചപ്പോൾ അതിനെതിരായി നരേന്ദ്രമോദിയുടെ പോലീസുകാർ ഒരു ജനാധിപത്യ രീതിയിൽ ഇന്ത്യ നയിക്കുന്ന ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയുടെ ലീഡറിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാതെ റോട്ടിൽ കൂടി വലിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ ജനകീയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളി തറക്കളം അധ്യക്ഷനായി. പരിപാടിയിൽ ശശികുമാർ, സോനു പ്രണവ്, കൃഷ്ണ സലീം എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.